പിന്നീട് മോശ വളർത്തപ്പെടുന്നത് കൊട്ടാരത്തിൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളുടെ നടുവിലാണ്. പക്ഷെ ഇപ്പൊ തിരുമേനി ഓർപ്പിച്ചതുപോലെ ദൈവം അവന് വിലക്കാതെ അനുവദിച്ചു കൊടുത്ത ഒരു അനുഗ്രഹം ആ കൊട്ടാരത്തിലുമുണ്ട്. വളർത്തപ്പെട്ടത് ഫറവോന്റെ പുത്രിയുടെ മകൻ, വളർത്തുമകൻ എന്ന പേരിലാണെങ്കിലും അവന് ദൈവം കൊടുത്തൊരു അനുഗ്രഹമുണ്ട്. മിരിയാം എന്ന സഹോദരി കൂടെ ചെന്നിട്ട് രാജ്ഞിയോട് ചോദിക്കുന്നുണ്ട്, മുലകുടി മാറാത്ത കുഞ്ഞല്ലേ, അവനെ മുലകുടിപ്പിക്കേണ്ടതിന് ഒരു സ്ത്രീയെ കണ്ടെത്തിക്കൊണ്ടുവരട്ടെ. അങ്ങനെ സ്വന്തം പെറ്റമ്മ തന്നെ മുലപ്പാൽ കൊടുത്ത് വളർത്തിയവനാണ് ആര്? ഇപ്പോഴത്തെ നമ്മുടെ കുഞ്ഞുങ്ങളെ കണ്ടാൽ എങ്ങനെ ഇരിക്കും? നല്ല ബ്രോയിലർ കോഴിയെ പോലെ ഇരിക്കും അല്ലേ? അവൻ്റെ തൊടയും കവളും ഒക്കെ കണ്ടാൽ നമുക്ക് കൊതി വരും. കാരണം എന്നാ? ഇപ്പം തിരുമേനി പറഞ്ഞതുപോലെ മുലപ്പാലല്ല അവനെ കുടിപ്പിക്കുന്നത്, ബേബി ഫുഡുകൾ നമ്മളിങ്ങനെ കലക്കി അണ്ണാക്കി കോരി ഒടിച്ച് കൊടുത്തോണ്ടിരിക്കുക. അതുകൊണ്ട് പിള്ളേരിങ്ങനെ അനങ്ങാപ്പാറ കളിച്ച് ബ്രോയിലർ കോഴിയെ കൂട്ടിയിട്ട പോലെ ഇരിക്കുന്നിടത്ത് നിന്ന് തിരിയാനേ അറിയത്തുള്ളൂ. പക്ഷേ ചില പിള്ളേരെ കണ്ടിട്ടുണ്ടോ, നല്ല നാടൻ കോഴിയെ പോലെയാ, പറന്ന് കിടക്കും. എൻ്റെ ചേട്ടൻ്റെ കൊച്ച് ഈർക്കിലി പോലെ എന്നെ പോലെ ഇരിക്കുന്നത്. അപ്പം എൻ്റെ അമ്മയ്ക്ക് വലിയ പരിഭവം, എന്താ ഈ